അതെ, 1992 തോന്നുന്നു മോഹൻലാലിന്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ കണ്ട ഒരു ഓർമ്മയാണ്. സൂര്യഗായത്രി എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അത് ശരിക്കും പറഞ്ഞാൽ റാഗിങ്ങിനെ കുറിച്ചൊക്കെ ഉള്ളൊരു സിനിമയായിട്ടാണ് എൻ്റെ ഓർമ്മ. മോഹൻലാൽ ഉർവശിയൊക്കെ ഉള്ളൊരു സിനിമ വളരെയധികം ടച്ച് ചെയ്യുന്ന ഒരു മൂവിയായിരുന്നു. അപ്പം എന്താ ഇതിനെക്കുറിച്ച് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 92 എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അതേ സംഭവങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ്. റാഗിങ് എല്ലാ വർഷവും കാണും. ഇതേപോലൊക്കെ കുറേ ദുരന്തങ്ങൾ, ഓരോ കോളേജിൽ പഠിക്കാൻ പോകുന്ന കുറേ ദുരന്തങ്ങൾ ഇങ്ങനെയുള്ള കുറേ പരിപാടികൾ ചെയ്യും. അവർക്ക് രാഷ്ട്രീയ പിൻബലം ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. ഇതെല്ലാം അവരുടെ എന്താ പറയുന്ന ഒരുമാതിരിപ്പെട്ട, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനുഷ്യനെ മടുപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സങ്കടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഇത് ഉണ്ടാവുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു? മാധ്യമങ്ങൾ 3 ദിവസം കഴിയുമ്പോൾ ചർച്ചയൊക്കെ നിർത്തും. പക്ഷെ എന്തുകൊണ്ട് ഇത് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നതിനെ കുറിച്ച് ഗവൺമെന്റ് ഉത്തരവാദിത്തപ്പെട്ടവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്, ഇങ്ങനെയുള്ള പ്രവൃത്തികളിൽ, ക്രൂരമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന, റാഗിങ്ങിന് ഏർപ്പെടുന്ന വിദ്യാർത്ഥികളെ ജീവിതകാലത്ത് കോളേജുകളിലോ സ്കൂളുകളിലോ പിന്നെ പഠിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവനെയൊക്കെ ലേബിൾ ചെയ്തു വെക്കും. കാരണം അവർക്ക് ഇനി എങ്ങും പഠിക്കാൻ പറ്റാത്ത രീതിയിൽ, ഫ്യൂച്ചർ നഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ ചെയ്തു വെച്ചെങ്കിൽ മാത്രമേ നാളെ വീണ്ടും ഒരുത്തിന് മറ്റുള്ള തന്റെ സഹപാഠിയുടെ മേൽ, സഹജീവിയുടെ മേൽ കൈവെക്കാതിരിക്കാനായിട്ടുള്ള ഒരു ഭയം ഉണ്ടാകത്തുള്ളൂ. ഇതെല്ലാം നിയമത്തിന്റെ ലൂപ്പ് ഹോളുകളിലൂടെ പുറത്തിറങ്ങുന്നവൻ വീണ്ടും വരുന്നവനൊക്കെ വിചാരിക്കും ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ സംഭവം. അതുകൊണ്ട് ഗവൺമെന്റ് ശക്തമായ നിയമ നടപടി ഇതിനെതിരെ ഉണ്ടാക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. നിങ്ങൾ എന്ത് പറയുന്നു? അല്ലെങ്കിൽ ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ബൈ.